ഹായ് ഓൾ. നമുക്ക് കേരള പി എസ് സിയുടെ ടെക്നിക്കൽ എക്സാംസ് ഒരുപാട് ലാഗ് ചെയ്താണ് വരാറുള്ളത്. റിസൾട്ട്സ് ഒരുപാട് ലാഗ് ചെയ്യാറുണ്ട്. വിളിച്ചു കഴിഞ്ഞാൽ ജോലി എപ്പോഴെങ്കിലും കിട്ടും. ഇങ്ങനെ ഒരുപാട് നമുക്ക് പരാതികളുണ്ടായിരുന്നു. പക്ഷേ പി എസ് സി ആ പരാതികളെല്ലാം പരിഹരിച്ചുകൊണ്ട് നമ്മുടെ പി എസ് സി മൊത്തത്തിൽ ടെക്നിക്കൽ എക്സാംസിൻ്റെ ട്രെൻഡ് മാറ്റുന്നതാണ് നമ്മൾ റീസെൻ്റ്ലി കാണുന്നത്. നമുക്ക് ലിസ്റ്റ് തീരുന്നതിന് മുന്നേ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നത്, അല്ലെങ്കിൽ ലിസ്റ്റ് എക്സ്പയർ ആവുന്നതിന് മുന്നേ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നത് ടെക്നിക്കൽ എക്സാംസിന് കുറച്ച് കാലമായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് ഈ ട്രെൻഡ്. എന്നിരുന്നാൽ കൂടി നമുക്ക് വളരെയധികം വലിയ രീതിയിൽ നമ്മുടെ ലിസ്റ്റ് ഒരു വർഷമോ അല്ലെങ്കിൽ 1.5 വർഷവും ഇനിയും ഉണ്ട് തീരാൻ എന്നിരിക്കെ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്ന ഒരു രീതി ഇപ്പോൾ പി എസ് സിയിൽ വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വരുന്നത് മാത്രമല്ല, നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമ്മൾ പയ്യെ എങ്ങനെ എന്തായാലും കുറച്ച് കാലം കാണും, മിനിമം 6 മാസം കാണും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇരിക്കുമ്പം 6 മാസമല്ല 3 മാസത്തിനുള്ളിൽ തന്നെ എക്സാം ഡേറ്റും കൺഫർമേഷൻ കൊടുക്കാൻ വരുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കേരള പി എസ് സി കണ്ടുവരുന്നത്. നമ്മൾ കുറച്ച് എക്സാമ്പിൾസോട് കൂടി ഈ ഒരു കാര്യം ഒന്ന് സ്ഥാപിച്ച് ഇനി വരുന്ന എക്സാംസിന് നമുക്ക് ഈ ഒരു മാറുന്ന ട്രെൻഡ് അനുസരിച്ച് എങ്ങനെ പഠിച്ചാൽ ആർക്കൊക്കെ ജോലി കിട്ടും, എങ്ങനെ പഠിക്കുന്നവർക്ക് ജോലി കിട്ടും, അതറിഞ്ഞ് നമ്മളിനി പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഗുണം ഉണ്ടാവുള്ളൂ. അല്ലാതെ 3 മാസം കൊണ്ട് പെട്ടെന്ന് ഈ എക്സാമിന് നമ്മൾ ഈ എക്സാമിൻ്റെ ലെവലിൽ പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്ക് നേടുക എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലി കുറച്ച് ബുദ്ധിമുട്ടാണ്. അൺലെസ് ആൻഡ് അണ്ടിൽ നിങ്ങൾ ഗേറ്റ് കോച്ചിങ്ങിനൊക്കെ പോയി ഓൾറെഡി സെറ്റ് ആയിട്ടിരിക്കുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഈ 3 മാസം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഡ്യൂറേഷനാണ്. അപ്പോൾ ഈ ഒരു ചെറിയ ഡ്യൂറേഷനുള്ളിൽ നമുക്ക് പഠിച്ച് ലിസ്റ്റിൽ മുന്നിൽ എത്തുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ ഒരു ഹിമാലയൻ ടാസ്ക് എന്ന് തന്നെ പറയാം. സോ നമ്മൾ ആ ഒരു ഹിമാലയൻ ടാസ്കിനെ എങ്ങനെ എളുപ്പത്തിൽ നേരിടാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, നമ്മൾ ഈ ഒരു മാറ്റം മനസ്സിലാക്കി ഇനി നമ്മുടെ പ്രിപ്പറേഷനിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം നമുക്ക് ആദ്യം നമ്മൾ PWD-AE നോക്കാം. PWD-AE നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന കാറ്റഗറി നമ്പർ 180/2025 ആണ്. ഓൾറെഡി നോട്ടിഫൈഡ് ആണ്, അപ്ലൈ ചെയ്യുകയും ചെയ്തതാണ്. നമുക്ക് ആപ്ലിക്കേഷൻ വന്നത് ജൂലൈ 31-നാണ്. നോട്ടിഫിക്കേഷൻ വന്നത് ജൂലൈ 31-നാണ്. സെപ്റ്റംബർ 3 വരെ നമുക്കത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് തീയതി ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമുക്ക് സെപ്റ്റംബർ 3, 2025 നമ്മുടെ PWD-AE നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മളിരിക്കും. എന്തായാലും PWD-AE വരാൻ ഇനി കുറച്ച് സമയം എടുക്കും. അപ്പം എക്സാം ഡേറ്റ് ഡിസംബർ 11 പി എസ് സി അനൗൺസ് ചെയ്തു. അപ്പോൾ നോക്കിക്കോ, സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ, നവംബർ, ഡിസംബർ, മിനിമം 3 മാസത്തിനുള്ളിൽ തന്നെ PWD-AEയുടെ എക്സാം പി എസ് സി ഡിക്ലെയർ ചെയ്ത്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് 3 മാസം ഗ്യാപ്പാണ് PWD-ക്ക് വന്നത്. അതുപോലെ തന്നെ PCBA നമുക്ക് 357/2025 ആണ്. ഒക്ടോബറിലാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നത്. അതും നമുക്ക് വേക്കൻസീസ് മെൻഷൻ ചെയ്തിട്ടില്ല, ബിക്കോസ് നമുക്ക് ലിസ്റ്റ് തീരാനായിട്ട് ഒരുപാട് കാലഘട്ടമുണ്ട്. ഇപ്പോഴും ലിസ്റ്റ് റണ്ണിങ് ആണ്. ലിസ്റ്റിൽ ഇനിയും ആൾക്കാർ PWD-AEയുടെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 76 പേരെ മെയിൻ ലിസ്റ്റിലുള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ റിട്ടയർമെൻറ്റ് വേക്കൻസി വരുമ്പോൾ ലിസ്റ്റ് എക്സോസ്റ്റ് ആയി പോകാൻ സാധ്യതയുണ്ട്. കാര്യം എല്ലാവർക്കും ജോലി കിട്ടി, ലിസ്റ്റിലുള്ള എല്ലാവരും കംപ്ലീറ്റ്ലി ജോലി കിട്ടി, അത് എക്സ്പയർ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് PWD-AE നേരത്തെ വന്നു എന്ന് നമുക്ക് സ്ഥാപിക്കാമെങ്കിലും നമുക്ക് എന്തുകൊണ്ട് PCBA വീണ്ടും നമുക്ക് വിളിച്ചു. PCBAക്ക് ഇനിയും ആൾക്കാർക്ക് ജോലി കിട്ടാനും ഉണ്ട്, വേക്കൻസീസ് അത്ര തന്നെ ഇല്ലേം താനും. എന്നാലും നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുമുണ്ട്. മാത്രമല്ല നമുക്ക് നമ്മുടെ എക്സാം ഡേറ്റും പി എസ് സി പബ്ലിഷ് ചെയ്തു. ഒക്ടോബറിൽ അപ്ലൈ ചെയ്ത പരീക്ഷയ്ക്ക് നമുക്ക് ജനുവരിയിൽ എന്ത് വന്നിരിക്കുന്നു, നമുക്ക് എക്സാം ഡേറ്റും വന്നിരിക്കുകയാണ്. അപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, അതും ഗ്യാപ്പ് എത്ര തന്നെയാണ്, 3 മാസമാണ്. അപ്പോൾ 3 മാസമാണ് നോട്ടിഫിക്കേഷനും എക്സാമിൻ്റെ ഇടയ്ക്ക് പി എസ് സി ഇപ്പോൾ തരുന്ന മിനിമം ഗ്യാപ്പ് ഉദ്യോഗാർത്ഥികൾ. അപ്പോൾ ഈ 3 മാസം എന്ന് പറയുന്ന പോലെ ഒരു ബിഗ് എക്സാമിന് നമുക്ക് തയ്യാറെടുക്കാൻ ഒരിക്കലും സമയം തികയത്തില്ല. അപ്പോൾ ഇവിടെ ആര് ജയിക്കും, ആര് തോക്കും, അല്ലെങ്കിൽ ആര് ലിസ്റ്റിൻ്റെ മുകളിലെത്തും, ആര് ലിസ്റ്റിൻ്റെ താഴെ പോകും എന്നുള്ളൊരു ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടിന്യൂസ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്ന, പഠനം ഒരു സ്റ്റേജിലും സ്റ്റോപ്പ് ആക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും ഈ 3 മാസം എന്ന് പറഞ്ഞ് റിവിഷൻ മാത്രം നടത്തിയാൽ മതി. റിവിഷൻ നന്നായി നടത്തി ക്വസ്റ്റ്യൻസ് ചെയ്ത് അവർ നന്നായി എക്സാമിന് പെർഫോം ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ മുകളിലെത്തും. ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അതായത് പുതിയൊരു ഫ്രഷർ വന്നിട്ട് നമുക്ക് ഈ ഒരു 3 മാസം കൊണ്ട് കണ്ടന്റ് പഠിച്ചെടുക്കാം എന്നുള്ളതല്ല, അത് ക്വസ്റ്റ്യനിലേക്ക് സ്വിച്ച് ചെയ്ത് വന്ന് ക്വസ്റ്റ്യൻ സ്പീഡിൽ ചെയ്ത് നമുക്ക് മുൻനിരയിലെത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായി. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കിപ്പോൾ ഇന്നൊരു എക്സാം തീർന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഡിസംബറിൽ നമ്മുടെ PWD-AE തീർന്നാൽ ജനുവരിയിൽ നമ്മുടെ PCBA കഴിഞ്ഞു. ഇനി നമുക്കൊന്നും ടെക്നിക്കൽ നോട്ടിഫിക്കേഷൻസ് വരാനില്ല, അല്ലെങ്കിൽ ഓൾറെഡി വന്നത് ഇനി പരീക്ഷ എപ്പോഴെങ്കിലും ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. ആ എക്സാം തീരുന്ന അന്ന് റെസ്റ്റ് എടുത്ത് അടുത്ത ദിവസം അടുത്ത എക്സാമിന് വേണ്ടി നമ്മൾ പഠിച്ചു തുടങ്ങുക എന്നുള്ള ഈ ജേണി എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോയാൽ മാത്രമാണ്
നിങ്ങൾക്ക് ഇനി വരുന്ന നോട്ടിഫിക്കേഷൻസോ അല്ലെങ്കിൽ ഇനി വരുന്ന ജേർണി എങ്കിലും സക്സസ്ഫുൾ ആക്കി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരും പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ച ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഡിസംബറിൽ ഈ എക്സാം വന്നു മിസ്സേ, ഇനി പഠിച്ചെടുക്കാനുള്ള സമയമില്ല, പഠിച്ചെടുത്താലും ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നവംബറിൽ നടക്കുന്ന സെക്കൻഡ് ഗ്രേഡ് എക്സാം നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ എക്സാമിലേക്ക് അവരുടെ ഡ്രീംസ് താഴോട്ട് അവർ കൊണ്ടുവരാണ്. കാര്യം എന്താണ്, നമുക്ക് എക്സാമിനുള്ള ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് പഠിച്ച് തീർക്കാൻ പറ്റില്ല എന്നൊരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ് അവിടെ വരുന്നത്. ആ കോൺഫിഡൻസ് ഇല്ലായ്മ എവിടെ നിന്ന് ഡെവലപ്പ് ചെയ്തു വന്നു, നമ്മൾ ഈ ഒരു ജേർണി എവിടെയെങ്കിലും നിർത്തുകയോ അല്ലെങ്കിൽ നമുക്ക് പഠിച്ച് തീർക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. അപ്പം ഈ ഒരു അതായത് ഈ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തിരിച്ചറിവായിരിക്കണം. അതായത് ഇനി വരാൻ പോകുന്ന എക്സാംസിന് നിങ്ങൾ നിങ്ങളുടെ ഈ ജേർണി സ്റ്റോപ്പ് ചെയ്യാതെ ഇതേ പേസിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുക. അപ്പം നമുക്ക് അടുത്ത വർഷം വരാൻ പോകുന്ന ഈ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്ന ഗ്യാപ്പ് 3 months ആണ് ഇപ്പോൾ ഉള്ള അപ്കമിങ് എക്സാംസ് വരുന്ന കേരള വാട്ടർ അതോറിറ്റി എയും അതുപോലെ ഇറിഗേഷൻ ലിസ്റ്റ് തീരാൻ കുറച്ചധികം കാലഘട്ടമുണ്ട്. എന്നാൽ വാട്ടർ അതോറിറ്റി അടുത്ത വർഷം മിഡോട് കൂടി നമ്മുടെ ലിസ്റ്റ് തീരും. അപ്പോൾ എന്തായാലും നോട്ടിഫിക്കേഷൻ നവംബറിൽ അല്ലെങ്കിൽ ഡിസംബറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒന്നെങ്കിൽ ഡിസംബറിൽ വരുന്ന മാസ് നോട്ടിഫിക്കേഷൻസിൻ്റെ കൂടെ കേരള വാട്ടർ അതോറിറ്റി എയുടെ നോട്ടിഫിക്കേഷൻ വരും. അത് 100% ഉറപ്പാണ്. ഇറിഗേഷൻ ചിലപ്പോൾ അടുത്ത വർഷമേ വരുത്തുണ്ടായിരിക്കും. പക്ഷേ എന്നിരുന്നാൽ കൂടി അടുത്ത വർഷം ഒരു ഫെബ്രുവരി വന്നോട്ടെ അല്ല മാർച്ച് വന്നോട്ടെ, എന്നിരുന്നാൽ പോലും ഓഗസ്റ്റിനുള്ളിൽ നമുക്ക് ഈ പരീക്ഷ നടക്കും. അപ്പം നമ്മുടെ കയ്യിൽ ഇൻ ഇഫക്റ്റിൽ ഫ്രൂട്ട്ഫുള്ളി ഒരു 6 മാസം നമ്മൾ കരുതിയാൽ മതി. അപ്പോൾ ഈ 6 മാസത്തിനുള്ളിൽ ഈ 2 എക്സാമാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ സെക്കൻഡ് ഗ്രേഡ് എക്സാം നവംബറിൽ കഴിഞ്ഞോട്ടെ, ഇനി ഡിസംബറിൽ വരുന്ന PWD മാസ് നമുക്ക് നല്ല രീതിയിൽ വേക്കൻസീസ് ഉള്ള ഒരു പരീക്ഷയാണെങ്കിൽ കൂടി അതിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തവർക്ക്, അതായത് ഈ ഒരു ഗ്യാപ്പ് കുറഞ്ഞത് കൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തവർക്ക് അടുത്തുള്ള 2 ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് ആണിത്. ഇതിനു വേണ്ടി തയ്യാറെടുത്ത് തുടങ്ങണം. അപ്പോൾ ലോങ് ടേം ആയിട്ട് ഈ എക്സാംസിന് വേണ്ടി നിങ്ങൾ പഠിച്ച് തുടങ്ങണം എന്നുള്ളത് തന്നെയാണ് PSC നമുക്ക് തരുന്ന ഇൻഡിക്കേഷൻ. സോ ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട 2 എക്സാംസ് ആണ് ഇവരെ മറക്കരുത്. ഇതുപോലെ തന്നെ നമുക്ക് ലിസ്റ്റ് തീരുന്നതിന് മുന്നേ തന്നെ നോട്ടിഫിക്കേഷൻസ് വരുന്നത് കൊണ്ട് തന്നെ ആ നോട്ടിഫിക്കേഷൻസും എക്സാമും തമ്മിൽ വളരെ ഗ്യാപ്പുമില്ല. അപ്പം ഇതനുസരിച്ച് നമ്മൾ വരാൻ പോകുന്ന LSCD 3യോ ഏത് എക്സാമാണോ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ആവട്ടെ, KSEB സബ് എഞ്ചിനീയർ സിവിൽ ആവട്ടെ, ഇതെല്ലാം ടാർഗറ്റ് ചെയ്ത് പഠിച്ചു തുടങ്ങണം. നമ്മുടെ ജേർണി എന്ന് പറയുന്ന കണ്ടിന്യൂസ്ലി പോയിക്കൊണ്ടിരിക്കണം. നമുക്ക് ഒരുപാട് നമ്മൾ പിടിച്ച് താഴേക്ക് ഇടാനായിട്ട് ഒരുപാട് ആൾക്കാർ ചുറ്റും ഉണ്ടായിരിക്കും. ഇത്രയും കാലം പഠിച്ചിട്ട് ജോലി കിട്ടിയില്ലേ എന്നുള്ള എന്താ പറയുക, ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച ഒരുപാട് പേരുണ്ടായിരിക്കും. പക്ഷെ അതിലൊന്നും നമ്മൾ തളർന്നു പോരും. നമ്മൾ നമ്മുടെ ജേർണി കണ്ടിന്യൂ ചെയ്യുക, കോൺഫിഡൻസോട് കൂടി കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലോങ് ടേമിൽ നമുക്ക് ഇനി RRBJ ഇപ്പം നമുക്ക് വിളിച്ചിട്ടുണ്ട്, RRBJ നോക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമുക്ക് കൺസിസ്റ്റൻസി ഇസ് ദ കീ. മാത്രമല്ല നമുക്ക് ഈ പറഞ്ഞ എക്സാംസിനെല്ലാം തയ്യാറെടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ പല എക്സാംസിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടി വരുന്നു. ഓഫീസർ എക്സാംസ് വരും, അതുപോലെ തന്നെ RRBJ വരും, നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ എക്സാംസ് വരും. അപ്പോൾ ഇതിലേക്കൊക്കെ സ്വിച്ച് ചെയ്ത് പോകാനായിട്ട് നമുക്കൊരു ലോങ് ടേം ആയിട്ടൊരു ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ഫൗണ്ടേഷൻ കോഴ്സ് നമ്മുടെ എൻട്രിയിൽ അവൈലബിൾ ആണ്. കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഉള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി. അപ്പം PSCയുടെ ഈ മാറുന്ന ട്രെൻഡ് മനസ്സിലാക്കി ഇന്ന് തന്നെ PSCയോടൊപ്പം നമുക്കും ആ മാറ്റങ്ങൾ വരുത്തി നമ്മുടെ പഠനത്തിലും നമ്മുടെ പ്രിപ്പറേഷൻ്റെ ഓരോ സ്റ്റേജിലും ഈ മാറ്റങ്ങൾ വരുത്തി നമുക്ക് റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ എത്താനായിട്ട് പരിശ്രമിക്കേണ്ടതാണ് എല്ലാവരും. താങ്ക് യു.